ഹായ് എവരിവൺ. ഇതൊരു സഡൻ ട്രിപ്പ് പ്ലാൻ ചെയ്തു. Hey Zaha. Get wasted. ആഫ്റ്റർ 357 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തിട്ട് നമ്മളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇതാണ് വീട്. So this is Rajendran. Hi. Okay, tell me about yourself. Hi, this is Rajendra. It's Balavobanapalli, part of Chittoor district and part of Andhra Pradesh. And this place is around 100 kilometers from Bangalore and 20 kilometers from Kuppam. Kuppam is a, well-known place. I think it is like our Chandrababu Naidu, maybe ex AP Chief Minister constituency. Okay. But we are not getting chance. Everybody has to be together. They are busy with the work. Yes. Whenever we are free, right? So they are. So when we are busy, right? We are. బాగుందమ్మా, సూపర్. మీరేం కాల్ ಮಾಡಿದ್ರು? అందరూ అక్కడ తినేటే బాగుంటుంటారు. വെജിറ്റബിൾ ഫുഡിന്റെ കാര്യത്തിൽ വെറൈറ്റി. This is the first time. I never had this before. കറിവേപ്പില റൈസ്. హలో, అందరూ అక్కడ తినేటే బాగుంది కదా, మాకు సపరేట్ കുറച്ച് ట్రై ചെയ്യാം. Even now you can do this. పెట్టండి. അവർ ശരിക്കും പറഞ്ഞാല് നിലത്തെല്ലാവരും ഒരുമിച്ച് തന്നെ ചെയ്യാം. നമ്മൾ വന്നുകൊണ്ട് ഇങ്ങനെ ടേബിൾ ആക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളത് ട്രൈ ചെയ്യാൻ പോകും. ഞാൻ ഫസ്റ്റ് ടൈം അത് തീർന്നണ്ട. ഇതിൽ നമ്മള് നമ്മളെ കടലുണ്ട്. They're fried, then grinded, mixed with the rice. Channa, uradal. And with rice, you will mix. No, finally. It's like lemon rice only. No, prepare everything. Finally, you can add the rice. Dal and different types of dal. ഇവരെ സ്വന്തം ഭൂമിയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഉണ്ടായ ചോറ്. നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല ഇപ്പോഴുള്ള ജനറേഷനിൽ. കഴിഞ്ഞ ജനറേഷനിലും ഒക്കെ ഞാനൊരു 10-15 കൊല്ലം മുമ്പ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും. കണ്ടോ, നേരത്തെ ചെയ്തിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. Papa. അങ്ങനെ ഫുഡൊക്കെ കഴിക്കും. ഇത് പണ്ട് നമ്മൾ നാട്ടിൻപുറത്തിലും കണ്ടിട്ടുണ്ടാവും. പണ്ട് നമ്മളെ നാട്ടിൻപുറത്തെല്ലാം കണ്ടിട്ടില്ലേ? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തുനിന്ന് എല്ലാവരും ഇങ്ങനെ കയറുന്നത്. ആ സെയിം സിസ്റ്റം ഇവിടെ.
ತಿರುದಾಳಿಗೆ ತೋರಿಸ್ಕೊಪ್ಪಯ್ಯ ತಿರುದಾಳಿಗೆ ತೋರಿಸ್ಕೊಟ್ರಿ ಸೂಪರ್ ഇവിടെ ആൾക്കാർ 100% ഡിപ്പെൻഡാണ് പോണ് അവർ കൃഷിയാണ്. പ്രത്യേകിച്ച് വെച്ചാൽ ഗവൺമെൻറ് അവർക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈവൺ ഇപ്പോൾ അവർ നമ്മൾ പൈപ്പിനെ കാണിച്ചു തന്നില്ല, ആ പൈപ്പിന് അവർക്ക് ഗവൺമെൻറ് 90% സബ്സിഡി കൊടുക്കുന്നുണ്ട്. റെസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് മൊത്തം കോസ്റ്റ് 1 lakh വരുന്നുണ്ടെങ്കിൽ 90,000 ഗവൺമെൻറ് എടുക്കും. അവർക്ക് ജസ്റ്റ് 10,000 മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിപ്പം ഈ 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ഇവർക്ക് കൃഷി കുറേ നഷ്ടങ്ങളാണെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇവർ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അവർ പിന്നെയും അവർ കൃഷി തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടത് നമ്മളോട് വന്ന അവൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ്. അവരൊക്കെ ഈ വില്ലേജ് വിട്ട് അവരൊക്കെ മെട്രോസിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞൂടാ, ഇനിയിപ്പം ഇവരെ ഈ ഫാദർ ജനറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. Actually, this one is dirty because of continuously raining, right? Come sir, we'll go. Yeah. I think you know this, right? This one you only will use it for cow. Sorry? It's for only keep feeding for cow? Yeah. Cow grass. Ah. I think now also it's drizzling, right? Yeah. ഇതെല്ലാം ബീൻസിൻ്റെ തോട്ടങ്ങളാണ്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് ഫുൾ മഴയാണ്. അതുകൊണ്ട് ഇവർക്ക് കൃഷി ഒന്നും ഇറക്കാൻ എന്താണെന്നാണ് പറയുന്നത്. മേ ബി ദാറ്റ് ഡോഗ് ഈസ് സെക്യൂരിറ്റി ഗാർഡ്, റൈറ്റ്? So this was the one you were telling, right, yesterday? This one only, yeah. So this is big. This one only. So they see here small holes is there, right? Mm-hmm. So that water will come here, droplet. Mm-hmm. So the government is providing subsidy for this one, right? Yeah, yeah. Almost 90%. Yeah. This one you know, right? That one is sweet potatoes. Sweet potato. Yeah. Oh. We never, actually, we are eating, but we didn't see actually how does. You want it? We No, can it's go okay, it's nearby. okay, no, it's okay.
This one is sweet potatoes. That I am not sure what we call it as. So when is the harvesting time for this one? Actually, 2 years back only we planted. Uh-huh. If it will cross 3 years of age, right? So then only we'll get maybe this year. Okay, jamun. Jamun fruit, yeah. Okay, can you show me in the Google? This one. ഇത് ഞാവൽപ്പഴത്തിൻ്റെ തോട്ടമാണ് ഇവർ പക്ഷേ 3 ഏക്കർ ലാൻഡിൽ. Yeah. I think it grows big, right? So that's why you left a huge space between. We grows need to, we need to keep this much of space. Mhm. Or else it will, after 5 years, 6 years, right? Mhm. It will combine. Mhm. So that's what we kept like 25 feet for all the sides. Mhm. You can't plant anything in No, between? we are planting. Okay. In between you can't do anything, right? No, we are doing it actually. Okay. So there we planted. Oh, that side also is there. So that's what one reason is like after 7 years, right? So both trees will merge together. But it will be long. Once it is grown, it will stay there, right? Yeah, yeah. So in Malayalam, karutta jamun. Black means correct. ആ ബ്ലാക്ക് മീൻസ് കറുത്ത് അതൊക്കെ ഞാവൽപ്പഴം തന്നെയാണ് തോന്നുന്നു. പക്ഷെ ഞാവൽപ്പഴം ഇത്ര കൾട്ടിവേറ്റിലും ചെയ്യുമോ? Black means നേർക്കാണ് നേർക്കയാണ്. അങ്ങനത്തെ സാധനം ഉണ്ടോ? അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അത് കാണാനുണ്ട്. Actually, this one is sweet corn. Okay. So I think Sweet corn, right? yeah, 15 days back only we planted. ആ സ്വീറ്റ് കോൺ അല്ലേ? So you told right, like this one is Yeah, droplets. Okay. the okay. droplet. So everything government only will give subsidy. And this will take a long giving the seed. We are buying outside. Now, how long it takes to give you the seed corn? 2 months? 1 month? 3 months. 3 months. 3 months. And what about your market and everything? You're Market, that middleman is there, no? middleman is They'll there. come, they'll come and they'll collect. They will collect. Yeah. So you cannot direct sales to the market. It's there, but it will not be good. No, be good. You won't be They'll getting. Not, they'll not allow us. Mhm. Like if market price is 20 rupees also, so if directly we are taking no farmers, so they will give like a normal price only 10 rupees like that. Mhm. The thing is that the middleman is they are the one who is making money, right? Yeah, yeah. So why don't you work as a middleman? Collect from all people and supply it. So Eh, for eh, that also we need some techniques, right? Everybody is like that. The middleman is the one who is making the money. Yeah. By end of the day, farmers they are not getting the. Are these guys are local people, these middlemen? Or? Local people. So for them easy money, you know, you Yeah. make everything and they collect. But if you start doing, say, if you start collecting for all these people and doing it, will they object it? They'll come in with you and object it or what? Actually, in final, when that corn is ready, right? Yeah. So that time we will call them. They will come. And they'll give you a price or by looking at it, or you to put up a price. And they will give. They will say like the current market price is this much. So we don't know actually exact price in the market. If it is 40, he will say 20, then he will give it for 20. 20 only. Yeah. But we are not sure, right? Exactly, we Yeah, don't what know. it is. So if we are calling some Coimbatore market or someone, they'll also say same price. Okay, okay. When you check with the market people, Yeah, they give you they'll some- also give the same price. Sometimes what they will do, 1 or 2 rupees extra they will say. But finally, if we are taking it to market, right? Finally, they will give the same price. same price. And at the same time, here we need to pluck it
and we need to packing and all, everything is. Otherwise, they will do everything. Yeah, they will do it. Okay, They himself then- they will do. We don't need to do it. Anything. So that one also it will cost around 2.5 rupee So per this kilo. collection. Yeah. If you have a proper warehouse here, you can keep it and sell it. You can hold it for some time and no. If you have a proper warehouse here, But no. and nobody is thinking about this, opening a warehouse and buying and keeping it here and selling it. And No. nobody. They just want to sell it ready and sell it off. Yeah. Because it's perishable goods, na. Nobody want Yeah. to Spoil, right? spoil. Yeah. I can see you only did the fencing and thing. Means we got some labors, so they only will use it. Actually, it's a little tough, difficult to this one. So this one is there, right? This barred. Mm-hmm. For people encroach it, they protect it, people take it and go when it's ready. Actually, they will take it, but that much thing it will not happen. This is very less. Very nice. ഇത് നമ്മളൊരു ഗീസർ പോലത്തെ ഒരു സാധനമാണ്, വാട്ടർ ബോയിലർ. ഇതിന് വേറെ കറണ്ടും കാര്യമൊന്നും വേണ്ട. സോ how it work? Oh, you will put the sticks over here. Sticks here. Okay. So if you are keeping some 2-3 coconut shells is there, right? It's enough for 3-4 persons. Oh, so how it will work actually? After boiling, Same how you are using geyser, right? The same kind of thing. So it will come from that tank. okay, So here inside one small thin layer is there. okay. So water will flow around that shell. Mm-hmm. So here we are keeping fire, right? Yeah. So it will feed that around that water. Okay. And it will come out. So it's a normal geyser procedure. Yeah, normal geyser procedure only. So yeah, you're just using the natural sources. Yeah, natural. Uh-huh. Actually, the people they are telling, right, for small kids, you should not use that water heaters. Water actually. So it's better to use this nature things. Nature, yeah. പഠിച്ച ഹിന്ദിയിൽ ഗാജറ ഗാജർ is carrot. This is radish Fadi. മൂലി ബ്രിഞ്ചോൾ ബ്രിഞ്ചോള അല്ല മൂനി is radish. മൂലി is radish. So yesterday she prepared some curry, right? This only she prepared. നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ വേണ്ടത്. ചെറിയൊരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഈ സാമ്പാറും മറ്റു സാധനങ്ങളും ചെയ്യുക. ഇപ്പോൾ ഓരോ കണ്ടിട്ടില്ല അവിടെ Sambar is easiest to make because pluck and make. For us sambar we have to go all the way to market, collect and come. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, നല്ല സാമ്പാറും ചട്നിയും ഇഡ്ഡലിയും വടയും. രാവിലെ തന്നെ അവരെ റൈസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ റൈസ് രാവിലെ തന്നെ കഴിക്കാത്തത് കൊണ്ട് ജസ്റ്റ് ടേസ്റ്റ് മാത്രം നോക്കി. ഇപ്പോൾ നമ്മൾ പോകുന്നത് അവരെ വേറൊരു അഗ്രികൾച്ചർ ലാൻഡിലേക്കാണ്. കുറച്ച് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ ആ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം.
This is Rajendra. You done your MBA, right? And now you left your job and you are doing agriculture. This is your area. This is the starting for So what kind of crop you cultivate? sweet corn. Sweet corn, Now beans. beans, everything. Now beans. Uh, More than total crops, flowers, uh-huh. ridge guard, bitter guard, Uh-huh. tomato. Tomato. All crops. നമ്മൾ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ ഇങ്ങനെ അവരെ പ്രൊഫഷൻ വിട്ടിട്ട് അവർ അഗ്രികൾച്ചർ അവർ ബാക്ക് ടു അഗ്രികൾച്ചർ അത് നമ്മളിപ്പോൾ താമസിക്കാൻ വന്ന അവർ ദേ ആർ ഇൻ ടു ന്യൂ ജനറേഷൻ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂരിലേക്ക് ചേക്കേറുകയാണ് ബട്ട് ഇയാളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ദർ ആൻസസ്റ്റേഴ്സ് അവർ എന്താണ് ചെയ്തതെന്ന് സോളാർ Some raining damage. ഓക്കെ ദിസ് ആർ സ്വീറ്റ് കോൺ റൈറ്റ് Yes. It's a stage of 1 1 month. 1 month. 1 month. So what purpose they use? Rainy season and all, right? Uh-huh. So we'll store water actually. Okay. From borewell, everything will store it, that water. Okay. And this one also government subsidized. Subsidy. Yeah. So whenever the power is there, we'll store it water, rainy water also. Okay. So when we have summer season or something, right? Yeah. So directly we'll take it the water from that. Okay. So this panel it will run 5 HP motor. Okay. So the power is using for the motor. Yeah. Yeah. Okay. This one also subsidized. Subsidized. Government subsidized. Yani how much you have to spend? I think it's actually 50-50. 50-50. 50% government will If it is 1 lakh means Uh-huh. you need to pay like 45 to 50,000. Okay. Government will pay 50,000. For the rest of the government will pay. Actually, this one is now. This one also one pilot project is going on now. Central government schemes. Okay. So what is this actually? This also brinjal? Brinjal. Brinjal. Okay. And this is This one is beans. beans. Okay, beans is Small beans or big ones? Big ones. Shabir, you can shoot him also. He is my main farmer in this village. really Yeah. His name is Gurrappa. Gurappa. Mama, చూడు మామ ఒకసారి వీడియో తీస్తున్నారు. దీంట్లో కూడా పెట్టిండదు వాట్సాప్ లేలే వాళ్ళు యూట్యూబ్ లో పెడతారు. He watches YouTube. Sorry? He watches YouTube. Yeah. ఎంపీటీసీకి Then he can also share. I mean, subscribe my channel, right? I will share with these guys. Raja and with them also. Okay, maybe couple of days I will upload. I think the other side is cabbage. I think. Cabbage. But this is not the harvest time, right? This is not harvest time. No, I told you right, because of this rains, no, the crops also not proper. I mean, no, everything got spoiled. Nobody has gone. They didn't touch that. I mean, dareness. Okay, anyway, we can't get the crops. You have seen that brinjal, no? Yeah. 50% I mean wastage only. This is only. is the last crop brinjal. 1.5 month back. Damaged. Complete smash. Completely. No, that is the problem. We can't get even returns also. So that is the reason, no. Because But at least your government is providing you the subsidy, right? So at least in that. that is only on papers, More than pesticides spraying. But Because of this, no. Week only 2 times spray that brinjal. Why? Because alternative you have to spray. Why? Because of this rain. So, but I mean, without the pesticide, you cannot grow your crops, You right? can't get even one. You can't see one brinjal also. This sweet corn is now 3 times spray. Spray. But that is harmful Already, actually, no, right? it's 1 month old. They already done 3 times spray for this. This Yeah, one. already it's not. I mean, no, it's not that much quality one. This is maybe 1 or 2 months old. 1 month. 1 month old. The other one, no, that is 1.5 month.
the other side you can able to see. No? So what is the harvesting time for the sweet corn? 2.5 months. 2.5 months only? Oh, In another month, 1 month, that one you can get. This will Okay. take another 1.5 months. దానికన్నా ముందు నాటింది ఇది కానీ ఇది కొంచెము సారం తక్కువ ఉంది సారం ఉంది ఎరువు ఉండింది కొద్దిగా You can put that also, no? Cabbage. yeah. I've seen the cabbage earlier. I mean, I just saw, yeah, when we passed through Coorg and all, na? Yeah. You see. అక్కడ తోడుకోపోయినా Hey, funny. And this one harvest time? How many cabbage are 2 months. Father, well, okay. Take another 2 months, but this is a beans. Aku mama, aku. After 5 days harvest. Okay. One time only, or it will keep giving it? Okay. I think every alternative days. Okay. We need to start. But somebody will go and pick it up, right? Yeah, we need laborers. ഇത് ഇവർ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ടാങ്കിൻ്റെ ഇതാണ്. ഇതും അതേപോലെ തന്നെ സബ്സിഡിയാണ് ഇവർ ഗവൺമെൻറ് అవును నందన్ బాబు ఇక్కడ నారాయణ నందన్ వచ్చినా ഇറ്റ്സ് ഓൾസോ ഫ്രം ബോർവെൽ റൈറ്റ്? ഇത് വെള്ളമല്ലേ? ഫുള്ള് വെള്ളം? This is rain or borewell? This is borewell. Storage. From here, we will go to the ഇനി ഇറങ്ങാനാ? അങ്ങനെ ആന്ധ്രാപ്രദേശിലെ വേനൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റോറേജ് വെക്കുന്ന ഈ വെള്ളം. നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നത് 25 feet depth, okay, okay. മൈസൂർ കൊടക് വഴി തലശ്ശേരിയിലേക്ക്. അപ്പം ഇതൊരു തികച്ചും ഒരു അൺഎക്സ്പെക്റ്റഡ് ജേർണി. So for the motoring purpose you are using the solar താങ്ക്സ് ഫോർ വാച്ചിങ്. pipe you are using. See, from ground, no, there are 2 bore wells. There also. Okay, okay. Water. Okay, in and out. By using 2 bore wells, they are picking up from the water. You can swim also. Swim. Yeah. So 25 feet deep, I mean, depth, right? Yeah. Then you wonder, swim ചെയ്യണം. swim ചെയ്യണം. ഇതാ പേടിച്ചു പോയ വെള്ളം. ആരിപ്പോൾ swim ചെയ്യണമെന്നാണ്? ഫാദിയ പോയാ? నా 2 ఎకరాలకు పనిచేసేసిన టమాటా. അതിന് മുകളിൽ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും.